2015 സെപ്റ്റംബർ മാസം 29 ഞാൻ തൃശ്ശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിൽ അന്നത്തെ SP ബഹുമാനപ്പെട്ട കാർത്തി സാർ IPSൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരവേ തൃശ്ശൂർ ജില്ലയിലെ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പുന്നിയൂർക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള ഒരു പ്രശസ്തനായ പ്രവാസി ബിസിനസ്സുകാരൻ തടാകം കുഞ്ഞഹമ്മദ് ഹാജിയുടെ വീട്ടിൽ ഉദ്ദേശം 500ഓളം പവൻ സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും 7 ലക്ഷം രൂപയും അടക്കം 1 കോടിയിലധികം രൂപ വരുന്ന മുതലുകൾ കവർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിവരം കിട്ടി. അത് ആ സംഭവത്തിന് വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവം അറിഞ്ഞ SP അദ്ദേഹം ഉടനെ തന്നെ ഞങ്ങളോട് സംഭവ സ്ഥലത്ത് എത്താൻ ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉടനെ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി സംഭവ സ്ഥലം വീട്ടിലെത്തി. സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി SP അദ്ദേഹം അന്നത്തെ DYSP സുദർശൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കേസന്വേഷണം തുടങ്ങി. കൊട്ടാര സാദൃശ്യമായ ആ വീട്ടിൽ നിരവധി വാതിലുകളും ജനലുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6ഓളം 7ഓളം വാതിലുകൾ തന്നെ ഈ കള്ളന്മാർ കൊള്ളസംഘം പൊളിച്ച് അകത്ത് കടന്ന് വീടിനകത്തുണ്ടായിരുന്ന ഒരു വലിയ സേഫ്, ഒരു ഇരുമ്പിൻ്റെ വലിയ സേഫ്, അതിൻ്റെ ചാവി തൊട്ടടുത്ത അപ്പുറത്തെ അലമാറയിലുണ്ടായിരുന്നതിനെ എടുത്ത് പൊളിച്ച് തുറന്ന് അതിൽ നിന്നാണ് ഈ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ഒക്കെ എടുത്തു. എന്തോ നല്ല കാലം അതിനകത്തുണ്ടായിരുന്നൊരു തോക്ക് മോഷണം പോയില്ല. അത് കൊള്ള നടത്തി. എന്നാൽ ആ വീടിന് ഒരു കാവൽക്കാരനുണ്ടായിരുന്നു, നാൻസിങ് എന്ന് പറഞ്ഞ ഒരു നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ഒരാൾ വീടിന് കാവൽക്കാരനായിട്ട് ഉണ്ടായിരുന്നതാണ്. ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിലൊക്കെ ആളുകളൊക്കെ വിദേശത്തായിരുന്നു. വിദേശത്ത് ബിസിനസ്സുകാരാണ് അവർ. തടാകം കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൻസിങ് വീടിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള പ്രത്യേക ഔട്ട് ഹൗസിലാണ്. അവരുടെ നാൻസിങ്ങിന് മാത്രം താമസിക്കാനുള്ള ഒരു സെക്യൂരിറ്റി റൂമും അതിന് വീടുണ്ട്. അതിലാണ് നാൻസിങ് താമസിച്ചിരുന്നത്. ഈ കളവ് നടന്ന വിവരം, മോഷണം നടന്ന വിവരം നാൻസിങ് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. സെപ്റ്റംബർ മാസം 23-നും 29-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നിരിക്കുന്നത്. വീട്ടുകാർ വിദേശത്തു നിന്ന് വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. നാൻസിങ്ങിനോട് ചോദിച്ചപ്പോൾ നാൻസിങ് പറയുന്നു, എനിക്ക് ആ വിവരം അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. കേസിനെക്കുറിച്ച് യാതൊരു വിവരവും അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ കേസിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ മോഡസ് ഓപ്പറാണ്ടി കണ്ടിട്ട് അത് ഏതോ അന്യസംസ്ഥാന തൊഴിലാളികളോ അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തിലുള്ള കവർച്ചാക്കാൻ സംഘങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലായി. നിരന്തരമായി നാൻസിങ്ങിനെ ചോദ്യം ചെയ്തു. പിന്നീട് നാൻസിങ്ങിൻ്റെ കൂട്ടാളിയാണ് അല്ലെങ്കിൽ സുഹൃത്താണ് തൊട്ടടുത്ത കല്യാണ മണ്ഡപത്തിൽ ജോലി ചെയ്തിരുന്ന ദീപക് എന്ന് മനസ്സിലായി. ആ ദീപകിനെ കുറിച്ച് അന്വേഷിച്ചു. ആ ദീപക് ഇടയ്ക്കിടയ്ക്ക് നാൻസിങ്ങിൻ്റെ അടുത്ത് വരാറുണ്ടെന്നും മറ്റും അറിവായി. അങ്ങനെ ദീപകിനെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ ദീപക് 28-ാം തീയതി ദീപക് നാട്ടിൽ പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. ദീപകിൻ്റെ കോൾ ഡീറ്റെയിൽസും മറ്റും എടുത്തപ്പോൾ ദീപകിന് ചിറക്കൽ സ്കൂളിലെ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ലളിത് എന്ന് പറഞ്ഞ ഒരു നേപ്പാളിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലായി. വീണ്ടും ചിറക്കലിലുള്ള നേപ്പാളിയെ ലളിതിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയി. അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ 1 മാസക്കാലത്തോളമായി ലളിതിൻ്റെ വീട്ടിൽ 3-4 നേപ്പാളികൾ വന്ന് താമസിച്ചിരുന്നുവെന്നും അവർ 28-ാം തീയതി ലളിതടക്കം നാട് വിട്ടിട്ടുള്ളതാണെന്നും മനസ്സിലായി. ഈ ആളുകളെക്കുറിച്ച് ഇവരുടെ കോൾ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് ഇവരെക്കുറിച്ച് വെരിഫൈ ചെയ്തപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വന്നപ്പോൾ അത് നേപ്പാളിലെ ഒരു കവർച്ചാ സംഘമാണെന്ന് ബോധ്യപ്പെട്ടു. അവർ 28-ാം തീയതി ഇന്ത്യൻ അതിർത്തി കടന്ന് നേപ്പാളിലേക്ക് കടന്നതായും അവരുടെ കോൾ ഡീറ്റെയിൽസ് പ്രകാരം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ അങ്ങനെ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ നമ്മുടെ ഹിമാചൽ പ്രദേശത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നും ബോംബെ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ളതായിട്ടും അവരുടെ കോൾ ഡീറ്റെയിൽസ് പ്രകാരം മനസ്സിലായിട്ടുള്ളതാണ്. അവർ രാം ബഹദൂർ ഖത്രി, ഗോവിന്ദ് ഖത്രി, ലളിത് ഖത്രി തുടങ്ങിയിട്ടുള്ള ഖത്രി ചോർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് പിന്നെ മനസ്സിലായി. ഖത്രി ചോർ എന്നൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലായി. അവർ ഡൽഹിയിലോ അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും മോഷണം നടത്തിയിട്ടുള്ള സംഘങ്ങളാണെന്നും അവർക്ക് ലുധിയാന അതേമാതിരിക്ക് പഞ്ചാബിൻ്റെ മറ്റു പ്രദേശങ്ങളൊക്കെ മോഷണ കേസുകളുള്ളതായിട്ടും നമുക്ക് അന്വേഷണത്തിന് മനസ്സിലായി. എന്നാൽ ഈ പ്രതികളെ പിടിക്കുക എന്നുള്ളത് വളരെ ദുർഘടം പിടിച്ച ഒരു സംഭവമായി ഒരു പ്രവൃത്തിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവർ നേപ്പാളിൻ്റെ കുഗ്രാമങ്ങളിൽ താമസിക്കുന്നവരാണെന്ന് മനസ്സിലായി.
എന്നിരുന്നാലും ഇവരെ പിടിക്കുക എന്നുള്ളത് നമ്മൾ നാടിൻ്റെ ഒരു ആവശ്യമാണ്. നമുക്ക് ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ട ഇത്രയും വലിയൊരു കവർച്ച നടത്തിയ കേസിലെ പ്രതികളെ പിടികൂടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായതിനാൽ SP അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുദർശൻ സാറിൻ്റെ നേതൃത്വത്തിൽ സുദർശൻ സാറ് SI രമേശൻ സാറ് ഞാൻ SI രമേശൻ മുഹമ്മദ് റാഫി, ഹബീബ്, സുദേവ്, ലിജു തുടങ്ങിയ 9ഓളം പേരും ഒരു ട്രാവലറിൽ 2 സ്വകാര്യ ഡ്രൈവർമാരടക്കം പുറത്തുനിന്നുള്ള 2 ഡ്രൈവർമാരും അടക്കം തൃശ്ശൂരിൽ നിന്നും നേപ്പാളിലേക്ക് യാത്ര തിരിച്ചു. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. അന്വേഷണ സംഘത്തിലുള്ള മാപ്പ് നോക്കുന്നതിനും അതനുസരിച്ച് പോകുന്നതിനും വളരെ കൃത്യമായി റൂട്ട് പറയുന്നതിനൊക്കെ പ്രാപ്തരായ സുദേവ് അതുപോലെ തന്നെ ലിജു തുടങ്ങിയവരാണ് ഇത് നിയന്ത്രിച്ചിരുന്നത് ഗൂഗിൾ മാപ്പ് പ്രകാരം. അങ്ങനെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് UPയുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് UPയുടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെങ്ങനെ ഏത് രീതിയിൽ താമസിക്കുന്നുവെന്നും UPയിലെ ജനങ്ങൾ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഏത് വിധത്തിൽ ജീവിക്കുന്നു എന്നുള്ള വ്യക്തമായൊരു മുഖം നമുക്ക് ഈ പറഞ്ഞു കേൾക്കുന്നതിലപ്പുറം വ്യക്തമായൊരു മുഖം മനസ്സിലാകുന്ന അപ്പോഴാണ്. ഓരോ ഗ്രാമങ്ങളിലും ചെല്ലുമ്പോൾ വളരെ ദുർഘടമായ ഞങ്ങളുടെ വണ്ടികൾ പലപ്പോഴും വണ്ടിയുടെ നമ്പർ കണ്ടിട്ട് പലപ്പോഴും വണ്ടികൾ തടയടക്കം ഉണ്ടായിട്ടുണ്ട് ആളുകൾ. പിന്നീട് പോലീസാണെന്ന് മനസ്സിലാകുമ്പോഴാണ് പിന്നെ അവർ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളസംഘം പോലെ തന്നെ ജനങ്ങൾ വരുന്ന വണ്ടികൾ തടയുക, എന്നിട്ട് പരിശോധിക്കുക, എന്നിട്ട് അങ്ങനെ വിടുക. അങ്ങനെ ഞങ്ങളങ്ങനെ പോയി ഗ്രാമങ്ങൾ തോറും അങ്ങനെ കറങ്ങി പോയി. ഗൂഗിൾ മാപ്പ് വെച്ച് പോയപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ റോഡ് ഫുൾ ബ്ലോക്ക്. അതവിടെ പാലം പണിയായതിൻ്റെ പേരിൽ പിന്നെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. വീണ്ടും കിലോമീറ്ററുകൾ പുറകിലേക്ക് വന്ന് വേറൊരു വഴിയിലൂടെ വീണ്ടും താണ്ടി അങ്ങനെ ഞങ്ങൾ ഉത്തരാഖണ്ഡിലെത്തി. ഉത്തരാഖണ്ഡിൽ ബൻബാസ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബൻബാസ എന്ന് പറഞ്ഞ സ്ഥലം വഴി നമ്മൾ നേരെ നേപ്പാളിലേക്ക് കിടക്കുന്നത്. നേപ്പാളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് നമ്മുടെ ആദ്യം. അതൊരു ഡാമിൻ്റെ സൈഡിൽ ഒരു അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ആ വഴിക്കാണ് നമ്മൾ കിടന്നത്. അപ്പോൾ ആ വഴിക്ക് കടന്നു പോകുമ്പോൾ ആ സമയത്ത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ചെറിയൊരു അസ്വാരസ്യം നിലനിൽക്കുന്ന സമയമായിരുന്നു. ചില ആളുകളും അങ്ങോട്ടും പ്രശ്നങ്ങളും അതുപോലെ തന്നെ BSFുമായിട്ടുള്ള പ്രശ്നങ്ങളും വെടിവെപ്പൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സമയമാണ്. അവർക്ക് പെട്രോള് എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യയെ ആശ്രയിക്കണം. ഈ ബോർഡറിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളും അതുപോലെ തന്നെ വിവാഹിക്കും കഴിക്കുന്നവരും അപ്പുറത്തും ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെയാണ്. എന്നാൽ എല്ലാ കാര്യത്തിനും അവർക്ക് ഇന്ത്യയെ ആശ്രയിക്കണം. നമ്മൾ പെട്രോൾ അടിക്കാനും പെട്രോൾ കൊണ്ടുപോകാനൊക്കെ ഇവിടെയാണ്. അപ്പോൾ ആ പെട്രോൾ ആ സമയത്തൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ ടാങ്കർ ലോറിയിൽ കൊണ്ടുപോയി കടത്തിവിടുക ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വാഹനങ്ങളെല്ലാം ഇവിടെ വന്ന് പെട്രോൾ അടിച്ചിട്ട് അങ്ങോട്ട് പോയിരുന്നു. എന്നാൽ സ്ത്രീജനങ്ങളടക്കമുള്ള എല്ലാ ആളുകളും സൈക്കിളിൽ ഭയങ്കരമായിട്ട് സൈക്കിളിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ലഗേജുകളൊക്കെ വെച്ച് മറ്റേ പച്ചക്കറികളും മറ്റ് പലചരക്ക് സാധനങ്ങളൊക്കെ കെട്ടിവലിച്ച് നേപ്പാളിലേക്ക് പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആളുകൾ സൈക്കിൾ ചവിട്ടി പോകുന്നത്. സ്ത്രീകളായിരിക്കും കൂടുതൽ. അങ്ങനെ ബോർഡറിൽ കാണുന്ന കാഴ്ചകൾ അങ്ങനെ പോലീസുകാർ അവിടെ തടുത്ത് നിർത്തി അവരെ ചോദ്യം ചെയ്ത് നേപ്പാളിലേക്ക് കടന്നപ്പോൾ പോലീസുകാർ അവിടെ തടുത്ത് നിർത്തി ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ പറഞ്ഞ മാതിരിക്ക് വൈക്കൂലി ആയിരിക്കും മിക്കവാറും പൈസ ഒക്കെ മേടിച്ചിട്ടാണ് കടത്തിവിടുന്നത്. എല്ലാവരെയും അങ്ങനെ കടത്തിവിട്ടിട്ട് ഈ ലഗേജുമായി വരുന്ന ആളുകളെയൊക്കെ കടത്തിവിട്ട് അങ്ങനെയാണ് പോയി ഞങ്ങളെ പോലീസ് ചെക്ക് ചെയ്തു. പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചെറിയ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് കടന്നുപോയി. പോലീസാണെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞങ്ങൾ പോലീസുകാരാണെന്നും ഇന്ന ആവശ്യങ്ങൾക്ക് വന്നതാണെന്നൊന്നും പറയുന്നില്ല. നമ്മുടെ BSFൽ നമ്മൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് കടന്നിട്ട് അവിടെ ചെക്കിങ്ങിന് നമ്മൾ പറയുന്നില്ല. അവിടുന്ന് പിന്നെ പാസും കാര്യങ്ങളൊക്കെ എടുത്തു. നേപ്പാൾ പോലീസിനോട് ഞങ്ങൾ ട്രിപ്പ് വന്നതായി പറഞ്ഞിട്ടാണ് അതിർത്തി കടന്നത്. അവിടെ നമ്മുടെ ബോർഡർ കടന്ന ഉടനെ ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാവരുടെയും മൊബൈൽ ഓഫായി. നമ്മളത് ശ്രദ്ധിച്ചില്ല. മൊബൈൽ ഓഫാകും മീൻസ് കണക്ഷൻ ഡിസ്കണക്റ്റായി. പിന്നെ അവിടെ നമ്മുടെ സിമ്മ് വർക്ക് ചെയ്യില്ലല്ലോ. ഉടനടി അവിടെ നിന്ന് ഞാൻ എൻ്റെ പേരിലും അതേമാതിരിക്ക് റാഫി എന്ന് പറഞ്ഞ SIയുടെ പേരിലും ഓരോ സിം എടുത്തു. നേപ്പാളിൻ്റെ 100 രൂപ കൊടുത്താൽ അന്ന് സിം കിട്ടി. നമ്മുടെ അതിർത്തി വരെ ഇന്ത്യയുടെ അതിർത്തി വരെ ടാറിങ് ഉണ്ട്. അതിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ മൺറോഡുകളാണ്. 2 സൈഡും മൺറോഡുകളും അതിൻ്റെ 2 സൈഡും കൃഷി സ്ഥലങ്ങളും പാവപ്പെട്ട കുടിലുകൾ താമസിക്കുന്ന ഗ്രാമീണ ജനങ്ങളുമൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടുന്ന് നേപ്പാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാണുന്ന അവരുടെ കുടിലും. അതേമാതിരിക്ക് തന്നെ ഈ ഇതിൻ്റെ കന്നുകാലികൾ കൊണ്ട് നമ്മുടെ പഴയ മുഖം തൊഴുന്ന കന്നുകളില്ല, അതുപോലെ കൃഷി സ്ഥലത്ത് അവർ അങ്ങനെയുള്ള ഒരു നാടൻ പഴയ നമ്മുടെ ഒരു 75 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെയും കാണാൻ കഴിഞ്ഞു. UP പോലെ തന്നെ അവിടെയും കാണാൻ കഴിഞ്ഞ അത്തരത്തിലാണ്. അവിടെ അങ്ങനെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ, സ്ത്രീകളാണ് കൂടുതൽ അധ്വാനിക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ കണ്ടപ്പോൾ. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം.
യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. നമ്മുടെ വടക്കേക്കാട് നിന്ന് അന്ന് പ്രതികളുമായി പോയിട്ടുള്ള ലളിത് ദീപക് എന്നുള്ള 2 പ്രതികളുടെ അഡ്രസ്സ് പ്രകാരം അവർ ബൻബാസ ഭാഗത്ത് ആണ് അവർ താമസിക്കുന്നതെന്ന് മനസ്സിലായിട്ടാണ് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയത്. അങ്ങനെയാണ് അവിടെ മഹേന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്ന് ആദ്യം റൂമെടുത്തതിന് ശേഷം പിറ്റേന്ന് കാലത്ത് എല്ലാവരും ഫ്രഷായി പരിസരങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച് പരിസരത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നതിന് ശേഷം നേരെ മഹേന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. മഹേന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ നമ്മുടെ മാത്യു സാർ SP ആ ഭാഗത്തുള്ള SP-യുമായിട്ട് അവരുടെ പോലീസ് സൂപ്രണ്ടുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അത് അവർ ട്രെയിനിങ് സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണെന്നാണ് SP അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലാവുന്നത് നേപ്പാളിലുള്ള പോലീസ് ഓഫീസർമാർക്കും ഇന്ത്യയിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട് എന്നൊക്കെ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവരുടെ ഉള്ള പരിചയത്തിൻ്റെ മുകളിലാണ് SP അദ്ദേഹം അവരെ അങ്ങനെ വിളിച്ച് സംസാരിച്ച് അവരെയുമായി ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മഹേന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവരോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. വിവരങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പോലീസിൻ്റെ സഹായത്തോടുകൂടി ലളിത് ദീപക് എന്നുള്ളവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ അവരോട് പോയി അവരെ പിടികൂടി. നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടുകൂടി പിടികൂടി ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്യുമ്പോഴാണ് അവർ പറയുന്നത് കൃത്യം ചെയ്തത് അവരാണെന്നും അതിൻ്റെ 2 ദിവസം 1 മാസം മുമ്പാണ് ഈ കത്രി ചോർ എന്ന് പറയുന്ന സഹോദരന്മാർ അവിടെ എത്തിയിരുന്നതെന്നും ലളിതിൻ്റെ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നതെന്നും പിന്നീട് ഈ ദീപക്കുമായി ചേർന്ന് ഈ ഹാജിയാരുടെ വീട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ നാൻസിങ്ങിന് 23-ാം തീയതി രാത്രി ദീപക് മദ്യത്തിൽ മയക്കുമരുന്ന് കൊടുത്ത് മുറക്കി കടത്തിയിട്ടാണ് ഈ കൃത്യം ചെയ്തതെന്നൊക്കെ മനസ്സിലാവുന്നത്. ഈ വിവരങ്ങൾ നാൻസിങ്ങിനോട് ചോദിക്കുമ്പോഴാണ് നാൻസിങ് പറയുന്നത് അന്ന് ഞാൻ മദ്യപിച്ചിരുന്നുവെന്നും മദ്യപിച്ച കാര്യം പോലീസിനോടും അല്ലെങ്കിൽ വീട്ടുകാരോടും പറയാതിരുന്നത് ഹാജിയാരുടെ വീട്ടിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകുമെന്ന് കരുതിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്നാണ് നാൻസിങ് പറഞ്ഞത്. നാൻസിങ് പറഞ്ഞു ഞാൻ മദ്യം കഴിച്ചു ഞാൻ ചത്തു എന്നൊക്കെ പറഞ്ഞ് നാൻസിങ് മൊഴി പറഞ്ഞു. പിന്നെ അപ്പോൾ അങ്ങനെ മയക്കി കടത്തി അതിൻ്റെ പേരിലാണ് ദീപക് മയക്കി കടത്തിയതിന് ശേഷമാണ് ലളിതിൻ്റെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ കത്തിരിച്ചോറ് വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർ അവിടെ എത്തുന്നത്. അവർ ഇടിച്ച് പൊളിച്ച് അവർക്ക് യാതൊരു നോട്ടമില്ല എന്ന് പറഞ്ഞാൽ നോട്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോറ് പൊളിച്ചിട്ട് ഒരു റൂമിലെത്തിയിട്ട് ആ റൂമിൽ നിന്ന് വേറൊരു ഡോറ് പൊളിക്കുമ്പോൾ ഈ റൂമിലേക്ക് തന്നെ വരുന്നത്. അതൊന്നും നോക്കുന്നില്ല, പൊളിക്കലാണ്. അങ്ങനെ പൊളിച്ച് 5-6 ഡോറുകളൊക്കെ പൊളിച്ച് നല്ല വലിയ കൊട്ടാരം പോലുള്ള ഒരു വീടായിരുന്നു. അതിൽ ഡോറുകളൊക്കെ പൊളിച്ച് അകത്ത് കിടന്ന് അതിൽ ഒരു ബെഡ്റൂമിൽ സേഫ് ഉണ്ടായിരുന്നു, മറ്റേ ലോക്കർ. ആ ലോക്കറിൻ്റെ ചാവി മറ്റൊരു അലമാറയിലുണ്ടായിരുന്ന എടുത്ത് അത് തുറന്ന് അതിലുണ്ടായിരുന്ന 500 പവനോളം സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും 7 ലക്ഷം 8 ലക്ഷത്തോളം രൂപയും അടക്കം 1 കോടി രൂപയുടെ മുതലുകളാണ് കവർച്ച നടത്തിയത്. കവർച്ച നടത്തി അവർ അന്ന് തന്നെ 28-ാം തീയതി ആ സമയത്ത് അവിടെ നിന്ന് 28-ന് മുമ്പ് തന്നെ അവർ പോകുന്നു. 28-ന് ലളിതും ദീപക്കും പോയി. അതിനു മുമ്പ് തന്നെ അന്നത്തെ ദിവസം തന്നെ ഇവർ കവർച്ചാ സംഘത്തിൽപ്പെട്ടുള്ള ചത്തിരി ചോറുകാർ അവിടെ നിന്ന് വിട്ട് നേരെ ഡൽഹിയിൽ വന്നു. ബോംബെ വഴി ഡൽഹിയിലൊക്കെ വന്നതിന് ശേഷം അവിടെ നിന്ന് ബസ് മാർഗ്ഗമാണ് നേപ്പാളിലേക്ക് കടന്നിട്ടുള്ളതെന്നും അവർ പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരമില്ലെന്നും കുറച്ച് രൂപ മാത്രമേ അവർ തന്നിട്ടുള്ളൂ, ബാക്കിയുള്ളത് വിറ്റിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് അവർ രക്ഷപ്പെട്ടിട്ടുള്ളതാണ്. അവർ നേപ്പാളിൽ നിന്ന് വിട്ട് ഇന്ത്യയിലേക്ക് വീണ്ടും കടന്നിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞു എന്നൊക്കെ ഇവരുടെ മൊഴിയിൽ നിന്ന് കിട്ടി. എന്തായാലും പിന്നീട് ഇവരുടെ വീടുകളൊക്കെ ഞങ്ങൾ പോലീസിൻ്റെ സഹായത്തോടു കൂടി 3 പറഞ്ഞ കത്രി ചോറ്, ബൻ ബഹദൂർ കത്രി, മറ്റേ രാം ബഹദൂർ കത്രി തുടങ്ങിയിട്ടുള്ള 3 ആളുകളുടെയും വീടൊക്കെ പരിശോധിച്ചു.
യാതൊരു തെളിവുകളും കിട്ടിയില്ല, അവരെക്കുറിച്ച് യാതൊരു വിവരം കിട്ടിയില്ല. വീടെല്ലാം പൂട്ടിപ്പോയി, സ്ത്രീകളടക്കം അവിടുന്ന് മാറി താമസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇവരെ കിട്ടാനുള്ള സാഹചര്യത്തിന് വേണ്ടി നമ്മൾ ചാവക്കാട് ഭാഗത്ത് ഇവരുടെ കുറച്ച് ബന്ധുക്കളുള്ളതായിട്ട് നമുക്ക് ചെറിയൊരു അറിവ് കിട്ടി. അങ്ങനെ ചാവക്കാട് പോലീസിൻ്റെ അവിടുന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ചാവക്കാട് പോലീസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇവരുടെ ബന്ധുക്കളെ നമ്മൾ ഇവിടെ ചാവക്കാട് സ്റ്റേഷനിൽ വിളിച്ചു. ഈ വിളിച്ച വിവരങ്ങളും അവർ തടഞ്ഞു വെച്ച വിവരങ്ങളൊക്കെ, തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല, നമ്മൾ വിളിച്ചിട്ട് ചോദ്യം ചെയ്തിട്ടുള്ളൂ. ആ വിവരങ്ങളൊക്കെ അവർ ബന്ധുക്കളെ വിളിച്ച് അങ്ങോട്ട് വിളിച്ച് വിവരം അറിയിച്ചു നേപ്പാളിലേക്ക്. അപ്പോൾ ഞങ്ങൾ അത് അപ്പോഴേക്കും 3 ദിവസം 4 ദിവസം നേപ്പാളിലെത്തിയിട്ട് ആയിരിക്കുന്നു. ദിവസങ്ങളുള്ള ചോദ്യം ചെയ്യലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ പ്രതികളെ വിട്ടു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിൽക്കുന്നതാണ്. പ്രതികളെ അവർ വിട്ടു തന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ അത്ര ദിവസങ്ങൾ കുറച്ച് കടന്നുപോയി. ഞങ്ങളുടെ മുതലുകളൊക്കെ മോഷണം നടത്തിപ്പോയി പലരും വണ്ടിയിൽ നിന്ന്. ഞങ്ങളങ്ങനെ കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വരെ വിളിച്ചു ചോദിക്കലൊക്കെ ഉണ്ടായി. അവരുടെ ഫോൺ വിളിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ബന്ധുക്കളും, അന്ന് ഈ ഇവരുടെ ബന്ധുക്കളിൽപ്പെട്ട കുറച്ച് ആളുകൾ നക്സൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നാണ് പറഞ്ഞു നിൽക്കുന്നത്. ഈ കള്ളന്മാരുടെ വിഭാഗത്തിൽ ബന്ധുക്കളും അവരുടെ കള്ളന്മാരൊക്കെ നക്സലിൽ പെട്ട ആളുകളാണ്. ഈ അവിടുത്തെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ അതിൻ്റെ ആളുകളായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അവരൊക്കെ സംഘടിക്കുന്നുണ്ടെന്നും നമ്മളെ മിക്കവാറും ബന്ദികളാക്കും എന്നുള്ളൊരു വിവരം അന്ന് വൈകുന്നേരം 4-ാം ദിവസമായിട്ടാണ് തോന്നുന്നു, 4-ാം ദിവസം വൈകുന്നേരത്തോടുകൂടി നമുക്ക് ചെറിയൊരു സൂചന ലഭിച്ചു. അവിടെ നേപ്പാളികളെ തടഞ്ഞു വെച്ചതിൻ്റെ പേരിൽ ഇവിടെ നമ്മളെ തടഞ്ഞ് ബന്ദികളാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിച്ചു. അത് എത്രത്തോളം നമുക്ക് മിക്കവാറും അത് ലോക്കാവും എന്നുള്ളൊരു കാരണം ഞങ്ങൾ നാട് വിട്ട് ഇവിടുന്ന് നേപ്പാളിൽ പോകുന്നത് എന്നുള്ളത് പോലീസ് ഓഫീസർമാർക്ക് മേലുദ്യോഗസ്ഥന്മാർക്കെല്ലാം അറിയുമെങ്കിലും അത് ലീഗലി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല. ലീഗലി അത് ഇൻ്റർപോളിൻ്റെയൊക്കെ സഹായത്തോടു കൂടി പിടികൂടേണ്ടതാണ്. പക്ഷേ നമ്മളത് ഉണ്ടായില്ല. നമ്മളവിടെ കടന്ന വിവരങ്ങളൊക്കെ അപ്പം തന്നെ IB അറിഞ്ഞു. അതിൻ്റെ വിളികളും ഫോൺ വിളികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഉന്നത ഉദ്യോഗസ്ഥന്മാരും DGP ഒക്കെ അറിഞ്ഞിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിട്ട് വന്നതിൻ്റെ പേരിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇവരെ നാട്ടിൽ ഇവിടെ നിന്ന് ജോലി സ്ഥലത്തു നിന്നും പോയ ആളുകളായതിൻ്റെ പേരിൽ നമ്മൾ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നാണ്. എന്നാൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു ട്രീറ്റി, പ്രതികളെ കൈമാറുന്നതിനുള്ള ട്രീറ്റി നിലവിലില്ലാത്തതിൻ്റെ പേരിൽ ഈ പ്രതികളെ വിട്ടുതരാൻ നേപ്പാൾ പോലീസ് വിസമ്മതിച്ചതാണ്. ഇങ്ങനെ ഉണ്ടായ വീണ്ടും കൂടുതൽ നമ്മളവിടെ തങ്ങേണ്ടി വന്നതും ഈ ജനങ്ങളെ അവിടുത്തെ നേപ്പാളുകാരെ ഇവിടെ ചോദ്യം ചെയ്യേണ്ടി വന്നതും നമുക്കവിടെ ഒരു പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യത ഉണ്ടായതും അതാണ്. വിട്ടുതരാമെന്ന് പറഞ്ഞ് പിന്നെ അവസാനം അത് നേപ്പാൾ പോലീസ് വിട്ടുതരാതിരുന്നതാണ് പ്രശ്നം. എന്തായാലും അന്ന് രാത്രി ഞങ്ങൾ ലോക്കാവും എന്ന് പൂർണ്ണ ഉറപ്പുള്ളതിൻ്റെ പേരിൽ രാത്രി ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ചെയ്തു. കിലോമീറ്ററുകളോളം ഓടി. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അതിർത്തി എത്തിയപ്പോഴേക്കും ഡ്രൈവർമാർ ഈ വണ്ടിയുമായിട്ട് വേറെ റൂട്ടിലൂടെയൊക്കെ വന്ന് ഞങ്ങൾ എങ്ങനെയോ രാത്രി അവിടെ നിന്ന് അതിർത്തി കടന്നു. അങ്ങനെയാണ് നമ്മൾ ഈ അതിർത്തി കടക്കുന്നത്. ഇന്ത്യയിലേക്ക് കടന്ന മോഷ്ട സംഘത്തിലെ മറ്റേ മുഖ്യ പ്രതികളായിട്ടുള്ള രാം ബഹാദൂർ ഖത്രി, ഗോവിന്ദ് ഖത്രി, ഭട്ടു തുടങ്ങിയിട്ടുള്ള 3 പ്രതികളാണ് മെയിൻ പ്രതികൾ. അവർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നൈനറ്റാൾ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. എന്നാൽ ഈ ടൂറിസ്റ്റ് പ്രദേശങ്ങളിലൊക്കെയാണ് ഇവർ കൂടുതലായി തങ്ങുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ ഹരിദ്വാർ, പിന്നെ ഡൽഹി, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞങ്ങൾ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ 3 മെയിൻ പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചതിലാണ് ഈ പ്രതികളെക്കുറിച്ചുള്ള ഗൗരവകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണ് ഈ ഖത്രി ചോർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെന്ന് മനസ്സിലായി. അവരെ നമ്മൾ ഒരു വളരെ സിമ്പിളായിട്ട് പിടികൂടുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫോളോ ചെയ്യുന്നതിനോ സാധിക്കില്ല. സ്ഥിരമായി നമ്പർ മാറ്റിയും വലിയ വലിയ കൊള്ളകൾ നടത്തിയും ജീവിച്ചു വരുന്ന ആളുകളാണ്. എന്നിരുന്നാലും ഞങ്ങൾ ഈ വടക്കേ ഇന്ത്യയുടെ ഉത്തരാഖണ്ഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ പറഞ്ഞ ഹരിദ്വാർ, നൈനറ്റാൾ, പിന്നെ അതിൻ്റെ അപ്പുറം സിംലയിലെ ചില ഭാഗങ്ങൾ, സിംലയിലെ ബോർഡർ പ്രദേശങ്ങളായിട്ടുള്ള കാശ്മീരിനോട് ചേർന്നിട്ടുള്ള ചില ഗ്രാമങ്ങളിൽ അവിടെയൊക്കെ അവർ ഈ ആപ്പിൾ തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി. പിന്നെ അതേമാതിരിക്ക് പഞ്ചാബിലെ ലൂധിയാന, അതിനുശേഷം ഡൽഹി, ബോംബെയിലെ ചില സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചതിൽ നിന്നാണ് ഈ പ്രതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും പ്രതികൾ ഇത്രയും ഭീകരന്മാരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും ആ അന്വേഷണത്തിൽ മറ്റ് യാതൊരു കൂടുതലായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയില്ല. നേപ്പാൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള 2 പ്രതികൾ അവരുടെ കസ്റ്റഡിയിലായി. അവർക്ക് അവിടുത്തെ നിയമപ്രകാരം അവരൊരു കേസെടുത്തു. ആ കേസെടുത്തതിൻ്റെ ഫലമായി അതിനുമായി ശിക്ഷ ലഭിച്ചതിൻ്റെ ഫലമായി 7 ലക്ഷത്തോളം രൂപ പിന്നീട്
ഈ പറഞ്ഞ കേസിലെ പരാതിക്കാരൻ ഹാജിക്ക് അയച്ചു കൊടുത്തതായിട്ട് മനസ്സിലായി. അങ്ങനെ ഈ പ്രതികളെ അന്വേഷിച്ചിട്ടുള്ള ദിവസങ്ങളോളമുള്ള യാത്രയ്ക്ക് ശേഷം പിന്നീട് ഞങ്ങൾ കേരളത്തിൽ തിരിച്ചെത്തി. വളരെ ടയേർഡായി. ഇതുപോലെ തന്നെ ആ ട്രാവലറിൽ തന്നെ ഈ ഗ്രാമങ്ങളിലൂടെ, വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ, ഈ പ്രതികൾ പോയ വഴികളിലൂടെ, പ്രതികൾ പുറപ്പെട്ട വഴികളിലൂടെ, തിരിച്ചുപോയ വഴികളിലൂടെ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ച് ഈ നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ വളരെ ആർത്തി തോന്നുന്ന ഒരു സമയം. കാരണം നമുക്കവിടെ ഈ എന്താ പറയുക, റൊട്ടി, ഉണക്ക റൊട്ടിയും ഈ ദാൽ കറി, ഈ ആലു കറി എന്നൊക്കെ പറയുന്ന ഈ കറികളും ഈ ഇതും മാത്രം കഴിച്ച് ഞങ്ങൾക്ക് എല്ലാവരും വളരെ ക്ഷീണിതരായിരിക്കുന്നു. എന്തായാലും വളരെ നല്ല രീതിയിലുള്ളൊരു അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയെങ്കിലും നമുക്ക് ആ പ്രതികളെ കയ്യിലേക്ക് കിട്ടില്ല. അത് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ്. നമുക്ക് മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെയൊക്കെ പ്രാർത്ഥന മൂലം തിരിച്ച് വളരെ ക്ലിയറായിട്ട് തിരിച്ച് ഒരു മാസത്തോളം കഷ്ടിയുള്ള യാത്രയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തി എന്ന് പറയാം ആ കേസിൻ്റെ കാര്യത്തിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദുർഘടമായ, അല്ലെങ്കിൽ അത്രയും ദുർഘടമായ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടെ എത്തി അത്രയും ഭീകരന്മാരായിട്ടുള്ള കൊള്ളക്കാരെ കണ്ടെത്തി പിടികൂടാൻ സാധിച്ചു. പക്ഷേ നമുക്ക് നിയമപരമായിട്ട് അവർ തിരിച്ച് നമുക്ക് തന്നില്ല എന്നുള്ളൊരു കാര്യം. എന്നാലും പിടികൂടാൻ സാധിച്ചു. ഒരു കുറച്ച് പ്രോപ്പർട്ടികളൊക്കെ അവർ റിക്കവർ ചെയ്ത് അതിൻ്റെ എമൗണ്ട് ഇങ്ങോട്ട് അയച്ചു തരികയൊക്കെ ഉണ്ടായി. ഈ പറയുന്ന സാക്ഷി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാൾ അതിലേ പോയി ചായ കുടിക്കാൻ പോയിരുന്നു എന്ന് ചായക്കടയിൽ നിന്നൊരു സൂചന നമുക്ക് ലഭിച്ചു. ഞങ്ങൾ ആദ്യം അയാളെ വിളിച്ചു ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല സാർ, ഞാൻ കണ്ടിട്ടില്ല സാർ, ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ പറച്ചിൽ, ആ ഒരു മൊഴി തന്നപ്പോൾ തന്നെ എനിക്ക് അയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, അയാളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി ആ പറയുന്നത് അത്ര ശരിയായ ഒരു മൊഴിയല്ലല്ലോ എന്ന് മനസ്സിലായി. ഒന്നുകൂടി അയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ കുളത്തിൻ്റെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചുവന്ന സാരി എടുത്തിട്ടുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് ഞാൻ കണ്ടു.